ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു. വിശന്നിട്ട് പാടില്ലെന്നുകൊണ്ട് കടയിൽ കയറി കഴിച്ചു. മടിയാ. ആസ് ഓൾവേസ് പണിയെടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നമ്മൾ കടയിൽ കയറി കഴിച്ചു. എങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു തുടങ്ങാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് മേടിക്കുന്ന കാര്യമാണ്. നമ്മൾ പലരും ഡ്രസ്സൊക്കെ മേടിക്കും, പക്ഷേ ഒരു സംഭവം ഇങ്ങനെ ഇട്ട് പോകുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് ചേഞ്ച് വരാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. ഷർട്ട് ഇട്ട് പോകുന്ന ഒരാൾക്ക് ഷർട്ടിൽ നിന്ന് പെട്ടെന്ന് ടീഷർട്ടിലേക്ക് മാറാൻ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഹൂഡി സ്ഥിരം പോകുന്ന ആൾക്ക് ഹൂഡിയിൽ നിന്ന് വേറെ ഏതിലേക്ക് മാറാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ അല്ലാത്തവരുണ്ട്. ഞാൻ എൻ്റെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരു സാധനം ഇട്ട് പോയി കഴിഞ്ഞാൽ അത് തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഇഷ്ടം. പെട്ടെന്ന് ഡ്രസ്സിൻ്റെ ഒരു മൊത്തത്തിൽ മാറ്റുന്ന പരിപാടിയോട് അത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ പിന്നെ അത്രയും കംഫർട്ട് കിട്ടണം. എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ആഴ്ച നമ്മളിതേ ഇങ്ങനത്തെ ഒരു ഗ്രേ സാധനം മേടിച്ചു. ഇങ്ങനത്തെ ഹാഫ് സ്ലീവ് മേടിച്ചു. അത് എനിക്ക് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് തോന്നി. ഇപ്പോൾ ഇന്ന് പോയിട്ട് ഞാൻ അതിൻ്റെ തന്നെ പച്ച മേടിച്ചു. സെയിം സാധനം പച്ച മേടിച്ചു, ഓഫ് വൈറ്റ് മേടിച്ചു, ബ്രൗണും മേടിച്ചു. ബ്രൗൺ ദേ കിടക്കണം. അത് കാലത്ത് ഞാൻ പുറത്തേക്ക് ഇട്ടായിരുന്നു. എന്തായാലേ അപ്പം അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്, ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊരു മാറ്റം വരുന്നത് നല്ലതാണ്. അത് ചിലപ്പോൾ ആരെങ്കിലും ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് വഴി നടക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടെത്തി അങ്ങോട്ട് നടത്തണം. ഇപ്പോൾ പലർക്കും പല രീതിയിലാട്ട മാറ്റങ്ങൾ വരണേ. എനിക്ക് ഇങ്ങനെയാണ്, ഒരു മാറ്റം കിട്ടിക്കഴിഞ്ഞ് അതങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ചവറ് പോലെ അങ്ങോട്ട് മേടിക്കും. കണ്ണും മൂക്കും നോക്കില്ല, അങ്ങ് മേടിക്കും. പൈസ 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 പോട്ടെ, പുല്ല് പവർ വരട്ടെ. പിന്നെ എന്തായാലും പഠിക്കാതിരിക്കണം. പരീക്ഷ ഓക്കെ. എൻ്റെ കാര്യം കോമഡിയാണ്, ഭയങ്കര കോമഡിയാണ്. എന്താ പഠിച്ചേക്കണേന്ന് വലിയ പിടിയൊന്നുമില്ല. മൊത്തം പ്രസൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ വായിച്ചു, പക്ഷെ കയറിയിട്ടില്ല. നമ്മൾ ആ ഒരു ഫ്യൂസ് അവിടെ ഇവിടെ കൂരി കിടക്കുക. നാളെ ഒന്നും കൂടി എണീറ്റ് നോക്കുമ്പോഴാണ് ശരിയാവുക എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പം സമയം വെളുപ്പിന് 3 മണിയായി. ഞാൻ വിചാരിച്ചിരുന്നതല്ല എന്നെ കൊണ്ട് പറ്റുമെന്ന്, പക്ഷെ 3 മണി വരെ ഇരുന്ന് പഠിച്ചു എന്തൊക്കെയോ. അപ്പോൾ അവസാന റൗണ്ടായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കി കൊട്ടിക്കലാശത്തിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. ഫുഡ് പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് ആ ഒരു കാര്യം അവിടെ തീർന്നു. പക്ഷെ പഠിക്കാണ്ട് പറ്റില്ലല്ലോ, കാരണം പരീക്ഷ അന്നും ഇന്നും എന്നും. അതിപ്പോൾ സ്കൂളിലായാലും കോളേജിലായാലും അത് കഴിഞ്ഞിട്ട് ജീവിതത്തിലുള്ള പരീക്ഷണങ്ങളായാലും നമ്മൾ റിസ്ക് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ എഫേർട്ട് ഇട്ടാലേ നടപടിയാവുള്ളൂ. അപ്പോൾ എന്താവുമെന്ന് കണ്ടറിയാം. ഇനി ഉറങ്ങണം. 3 മണിക്ക് കിടന്ന് 9 മണിക്ക് എണീക്കണം. ഒരു 6 മണിക്കൂർ ഉറക്കം കിട്ടും. 10 മണിക്ക് ക്ലാസ് തുടങ്ങും. എന്താ സെറ്റപ്പ്. ഇപ്പം ഞാനിവിടെ ഈ 3 മണിക്ക് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ പലരും ആലോചിക്കും, ഈ ചെക്കനൊരു റൂംമേറ്റ് ഉണ്ടായിരുന്നല്ലോ, അവന് ശല്യമൊന്നും ഇല്ലേന്ന്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ എന്തേ പോത്തുപോലെ കിടന്നുറങ്ങണം. ഞാൻ ഈ മുറിയിലുള്ള ലൈറ്റ് മുഴുവൻ ഇട്ടിട്ടുണ്ട്, ഒരു ശല്യമില്ല. നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റുമോ ഇങ്ങനത്തെ ഒരു റൂംമേറ്റിനെ? ആശാനൊരു ഇച്ചിരി കള്ളനൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഡീസൻ്റാണ്. ഞാൻ ഈ മുറി കിടന്ന് ഇപ്പം ലോകത്തില്ലാത്ത ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ഇട്ടാലും നോ പ്രോബ്ലം. ഈ പ്രൈവറ്റ് ഇവിടെ കിടന്ന് ഈ ഉറങ്ങുന്ന സമയത്തും ഞാൻ ഈ ഹെഡ്സെറ്റ് ഇല്ലാണ്ട് സിനിമ കണ്ടാലും ഒരു പ്രശ്നമില്ല. ഇവിടെ എത്ര ഒച്ചയിൽ സംസാരിച്ചാലും അവൻ എണീക്കില്ല. അത് അവൻ്റെ നല്ല മനസ്സ്. ഇതേ സ്കീം എനിക്കും കിട്ടോ. അവൻ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഞാനും ഒന്നും പറയാൻ പോകാറില്ല. അവൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മ്യൂച്വലി നമ്മളും അഡ്ജസ്റ്റ് ചെയ്യണം. അവിടെ ആ സമയത്താണല്ലോ മറ്റേ സിംബയോസിസ് പരിപാടി നടക്കുന്നത്. രണ്ടുപേരും ബെനിഫിറ്റ് ആവുന്ന സ്കീമാണ്. അപ്പം അത്രയൊക്കെ തന്നെ പഠിച്ചു. പക്ഷെ വലിയ പേടിയൊന്നുമില്ല. ആദ്യമായിട്ട് പുസ്തകം തുറക്കണേ. എന്തായാലും കിടന്നുറങ്ങട്ടെ. ഈ 3 ഫോണുകളുള്ള പരിപാടി ഭയങ്കര തലവേദനയാണ്. ഒരെണ്ണം മാറ്റി വയ്ക്കുമ്പോൾ അടുത്തത് നമ്മളെ മാടി വിളിക്കും, അടുത്ത് തീർക്കും. അത് മാറ്റി വയ്ക്കുമ്പോൾ അടുത്തത് വിളിക്കും, പിന്നെ അടുത്തത്. പക്ഷെ എനിക്കിപ്പോൾ ഒരെണ്ണം പഠിക്കാനുള്ള ഭ്രാന്ത് പിടിച്ചടക്കാം. എന്തായാലാവട്ടെ, കുറച്ച് വെള്ളം കൂടി കുടിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴാണെങ്കിൽ പുറത്തെ കാഴ്ച അത് കാണേണ്ടതാണ്. ഈ മനോഹരമായ കാലാവസ്ഥയിൽ പുറത്ത് പോകുമ്പോഴുള്ള ഫീല് അതൊരു 1.5 ഫീലായിരിക്കും. മൊത്തം മഞ്ഞ് മൂടി ഒറ്റ രാത്രിയിൽ പെയ്ത് കൂട്ടിയ മഞ്ഞാണ് ഈ കാണുന്നത് ഫുള്ള്. ഞാൻ വിചാരിച്ചു മൈനസിലാണേ, അവിടെ നല്ല തണുപ്പുണ്ടേ. ഞാൻ പിന്നെ ഈ ചെറിയ സാമാനമാണ് ഇട്ടേക്കുന്നത്. അയ്യോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു 4 മുട്ട ഇങ്ങോട്ട് പൊരിച്ചോ. ഒന്നും കൂടി ഒന്ന് ഇതാവട്ടെ. അപ്പുറത്ത് നല്ല കട്ടൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ചായ ഉണ്ടാക്കുന്ന പാത്രം നല്ല ക്യൂട്ടല്ലേ. അപ്പോൾ
ഒരു പാലിച്ചായ, പഞ്ചസാര നെഹി, ഒരു പാലിച്ചായയും 4 മുട്ടയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങോട്ട് ശാപ്പാടാക്കുന്നു. എന്നിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നു. 2 ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പരീക്ഷ. വാവ്, വാട്ട് എ ലക്ഷറി! ഇങ്ങനത്തെ ഒരു ലക്ഷറി ലൈഫ് വേറെ എവിടെ കിട്ടും? മഞ്ഞ് ചില്ലറ പരിപാടിയല്ല കേട്ടോ, നല്ല രീതിയിൽ മഞ്ഞുണ്ട്. ഈ മഞ്ഞത്ത് പോകണം എന്ന് പറയുന്നത് എന്തൊരു കഷ്ടം. എന്തായാലും ആവട്ടെ. അപ്പം ശരി, ഞാൻ ഫുഡൊക്കെ കഴിച്ച് പയ്യെ ഒരുങ്ങി പോകട്ടെ. അവസാനം നോം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെയല്ല, കാര്യങ്ങളിൽ ഒരു കുഞ്ഞു മാറ്റം വന്നു. അതായത് പൊതുവെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ തണുപ്പുണ്ടാവേണ്ടതാണ്. ഇപ്പോഴും തണുപ്പുണ്ട്, പക്ഷെ തണുപ്പ് കുറവാണ്. -1 ഉണ്ട്. -10 മേലേക്ക് അങ്ങ് പോയിട്ടില്ല. വിറയ്ക്കുന്ന തണുപ്പില്ല. അതുകൊണ്ട് തൊപ്പിയിടണ്ട. അതുപോലെ കാറ്റില്ല. ശാന്തം സുന്ദരം, എല്ലാം ഒരു സർവം മായ. മഞ്ഞ് പക്ഷെ നന്നായിട്ട് കെട്ടിക്കുന്നുണ്ട് കേട്ടോ. ബട്ട് സ്റ്റിൽ നമുക്ക് എന്തൊരു പഠിച്ചാൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. അതെന്തുകൊണ്ടും നന്നായി. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ റോട്ടിലെ കാര്യം കണ്ടാൽ പേടിക്കും. ആ റോഡ് നിങ്ങളവിടെ കാണുന്നുണ്ട് ബ്രൗൺ ആയിട്ട്, അത് ഫുൾ ചെളിയാണ് കേട്ടോ. മഞ്ഞ് പെയ്യുന്നു, അതിൻ്റെ മേത്തെ കൂടെ മണലിടുന്നു, എൻ്റെ വണ്ടികൾ ഇങ്ങനെ പോയി ചെളിയാകുന്നു. ഇവിടെയൊക്കെ ഇത്തിരി ബ്രൗൺ കിടക്കുന്നുണ്ട്, അതിൻ്റെ ഡബിളാണ് ആ റോട്ടിൽ. എന്തായാലും ഞാൻ ക്ലാസ്സിൽ പോട്ടെ. ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഫോൺ എടുക്കുള്ളൂ എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കറിയാൻ പാടില്ല. ആഹാ, എന്താ രസം! കാണാനുള്ള രസം നടക്കുമ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. പരീക്ഷ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു. എൻ്റെ ഒരു കണ്ടെത്തൽ പ്രകാരം ഞാൻ വിട്ടു. അതിന് കാരണം ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നത് ഒരു സെമസ്റ്ററിലെ മൊത്തം കൂട്ടിയിട്ടുള്ള സെമസ്റ്റർ പരീക്ഷയാണ് എന്നാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴാണ് എനിക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലായത്. ഇത് 3 സെമസ്റ്ററിലേക്കും കൂടി ഉള്ള ഒറ്റ പരീക്ഷയായിരുന്നു. നിങ്ങൾക്കറിയാലോ, 3 സെമസ്റ്ററിൽ എന്ന് പറയുമ്പോൾ ആ ഒരു കണ്ടൻറ്റ് എത്രമാത്രം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു റിയാലിറ്റി. അപ്പം ഞാൻ ആകെപ്പാടെ നോക്കിയത് ഒറ്റ സെമ്മിലെ സാധനം. അപ്പോൾ പരീക്ഷയിൽ ഞാൻ എന്ത് എഴുതി വെച്ചു നമുക്കറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ ഒരു രാജകീയ തന്ത്രം ഉണ്ടല്ലോ. ചപ്പാത്തി നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. തിരിച്ചിട്ടു, മറിച്ചും തിരിച്ചും ഒക്കെ കൂടി കൂട്ടിക്കുഴച്ചിട്ടു, പിന്നെ മുറിച്ചിട്ടു. എല്ലാ രീതിയിലും ഉള്ള ചപ്പാത്തീനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടു. ഇനി പാസ്സായാൽ അത് ഭാഗ്യം, അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ പൊട്ടേണ്ടതാണ്. കാരണം ഒരേ ഉത്തരം എത്ര പ്രാവശ്യം നമുക്ക് മാറ്റി തിരിച്ചെഴുതാൻ പറ്റും. പിന്നെ ചോദ്യങ്ങളിൽ നിന്നും പല ഉത്തരങ്ങളും ഉണ്ടാക്കി എഴുതുന്ന പരിപാടി അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ വിചാരിച്ചു ഇത് സെമസ്റ്റർ പരീക്ഷയും ഇത് കഴിഞ്ഞ് എക്സാം സീസൺ, ഇത് എക്സാം സീസണാണ്. സ്റ്റിൽ മെയിൻ എക്സാം സീസൺ ആകുമ്പോൾ ഇതിൻ്റെ വലിയ പരീക്ഷ കൂടി ഉണ്ട് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ഭൂരിപക്ഷം നോക്കിയിട്ട് പരീക്ഷകൾ മാറ്റുന്ന പരിപാടിയെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നാറുകളത് മാറ്റി ഇത് നമ്മുടെ 3 സെമ്മിലും കൂടി കൂട്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ പരീക്ഷയ്ക്ക് വെച്ചു. സോ അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കിടപ്പ്. ഇതിൻ്റെ പ്രീടേക്ക് മിക്കതും ഒന്നല്ലെങ്കിൽ ഈ മാസം വരും, അല്ലെങ്കിൽ അടുത്ത മാസം വരും. ഫേസ് ചെയ്യാറ് നിവൃത്തിയൊന്നുമില്ല. പൊട്ടൽ നമുക്കൊരു പുത്തിരി അല്ലാത്തത് കൊണ്ട് ഒരു വിഷമമുണ്ട്. പക്ഷേ അറിഞ്ഞിരുന്നെങ്കിലും കാര്യമില്ല, പഠിക്കാൻ സമയമില്ലായിരുന്നു. സോ വരുന്നത് പോലെ പരീക്ഷ കാര്യങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. ഇനി എന്താവെന്ന് കണ്ടറിയാം. പാസ്സായി എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ദൈവമുണ്ട്, അല്ലേലും ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഞാനെന്തായാലും ബിദ്രോങ്ങിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് പോട്ടെ. നാളെ തൊട്ട് ഇനി നാളെ ജോലിയുണ്ട്. അപ്പോൾ അത്ര തന്നെ. ബൈ. ഇപ്പം ഞാൻ മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലത്താട്ടോ, അതായത് ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ ഇതൊക്കെ ഇങ്ങനെ കാണിക്കാൻ നിൽക്കുന്നതല്ല. ബിദ്രോങ്ങിൽ കയറുന്നതിന് നിങ്ങളോട് പരീക്ഷയുടെ കാര്യം പറഞ്ഞ് വ്ളോഗ് അവസാനിപ്പിക്കാൻ നിൽക്കുന്നതാണ്. അപ്പം ശരി. ആ പട്ടിയുടെ മോനെ പേടിപ്പിച്ചതാണ്. അപ്പം ശരി, ബൈ.